അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലുള്ള മറ്റു സംഘടനാ സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഒരു ഭവനം കൂടി ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത്, അഥവാ മഗ്രിബ് നമസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പൊതുവെ പള്ളി ഉദ്ഘാടനങ്ങളെന്ന് പറയുമ്പോൾ അതിൽ വന്ന് പ്രസംഗിച്ചു പോവുക എന്നത് മാത്രമല്ല, അതിൻ്റെ ഓരോ സന്ദർഭത്തിലും, പ്രത്യേകിച്ച് അതിലാദ്യം നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിലുമൊക്കെ പങ്കെടുക്കുക എന്നത് വളരെ നമുക്ക് മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് എന്നോട് ഇവർ ഈ തീയതി പറഞ്ഞ സമയത്ത് ഞാൻ പ്ലാൻ ചെയ്തിരുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി തയ്യാറാകുന്ന സമയത്താണ് ഒരു വാർത്ത വാട്സപ്പിലൂടെ അറിയാൻ സാധിച്ചത്. നമ്മുടെ പൂക്കോട്ടുംപാടത്തുള്ള PC അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന അമരമ്പലം മണ്ഡലത്തിൻ്റെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അമരമ്പലം മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് പെട്ടെന്ന് മരണപ്പെട്ടു എന്ന വാർത്തയാണ് അറിയാൻ സാധിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പെരിന്തൽമണ്ണയിൽ നടന്ന സംസ്ഥാന ജനറൽ കൗൺസിലിൽ വളരെ സജീവമായി അവിടെ പങ്കെടുത്തിരുന്നു എന്ന് മാത്രമല്ല, കൗൺസിൽ കഴിഞ്ഞ ഉടനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ സജീവരായ മറ്റു പ്രവർത്തകരെയും കൂട്ടി അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് അവിടെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ച്, ഞങ്ങളേറെ നാളത്തെ അധ്വാനം കൊണ്ട് ഞങ്ങളൊരു സെൻറ്റർ ഇവിടെ ശരിപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ദഅ്വ സെൻറ്റർ ശരിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം, അതോടൊപ്പം ഒരു സമ്മേളനവും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെ ആവേശപൂർവ്വം വന്ന് സംസാരിക്കുകയും അത് ഞാൻ ഏൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തിരിച്ചു പോയതാണ്. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വാട്സാപ്പിൽ കണ്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ വിധിക്ക് നമ്മളെല്ലാവരും കീഴ്പ്പെടണം. അങ്ങനെയാണ് അദ്ദേഹവും തിരിച്ചു പോയത്. പെട്ടെന്നാണ് വീട്ടിൽ വെച്ച് മരണമുണ്ടായത്. ഇന്ന് 8 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് എടുത്തത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ ഈ സമയം ഇത്രയും വൈകിയത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതുപോലെ നമ്മുടെ കുറേ പ്രവർത്തകർ രോഗത്ത് കിടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട എല്ലാവർക്കും അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഹാരിസ് ബിൻ സലീം 2 ദിവസമായിട്ട് അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിലാണ്. ഇന്നലത്തോടുകൂടി റൂമിലേക്ക് കൊണ്ടുവന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ വിചാരിച്ച ഒരു അപകട നില തരണം ചെയ്തിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. എന്നാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇനിയും ആവശ്യമുണ്ട്. അത് പൂർണ്ണമായി റിക്കവർ ചെയ്ത് വരണമെങ്കിൽ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന വളരെ അനിവാര്യമാണ്. ഇതുവരെയും നമ്മളെല്ലാവരും മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ വരെ പറയുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. നേരത്തെ പോലെ എത്രയും വേഗം നമ്മളോടൊപ്പം ചേർന്ന് ഈ പ്രവർത്തന രംഗത്ത് അദ്ദേഹം എന്തെല്ലാം ഉത്തരവാദിത്തമാണോ നിർവഹിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിൻ്റെ വേദിയിൽ നിൽക്കുമ്പോൾ വലിയ സന്തോഷമാണ് തോന്നുന്നത്. കാരണം വളരെയധികം കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലം ലഭിച്ചതും അവിടെ ഒരു പള്ളി ഉയർന്നു വരുന്ന സന്ദർഭവുമൊക്കെ ഇവിടുത്തെ പ്രവർത്തകന്മാർ അന്ന് വിളിച്ചു പറഞ്ഞത് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്.
അതിനുള്ള ചില സൗകര്യങ്ങൾ ഉണ്ടായി വന്നതും പിന്നീട് അവരിതിൻ്റെ പേരിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതെല്ലാം തരണം ചെയ്ത് ഇന്ന് ആ സ്വപ്നത്തിലുള്ള ഭവനം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അത്യധ്വാനം ചെയ്ത എല്ലാവർക്കും അത് ഒരു സ്വാലിഹായ അമലായി പരിഗണിച്ച് അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ വെളത്തൂർ എന്ന് പറയുന്ന പ്രദേശം തിരുവേഗപ്പുറ പഞ്ചായത്തിൽപ്പെട്ട പ്രദേശമാണ്. ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഈ പട്ടാമ്പി, അതുപോലെ തന്നെ ഈ കൊപ്പം, ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് ഇവിടെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളും വളർച്ചകളും കാണുമ്പോൾ ഇതിനൊക്കെ അടിത്തറ പാകിയ കുറേ ആളുകൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുഴുതുമറിച്ച വയലിലാണ് നമ്മൾ ഇപ്പോൾ വിത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്തോഷത്തിൻ്റെ ഘട്ടങ്ങളിലെല്ലാം അവരെയൊക്കെ നമ്മൾ ഓർക്കണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അബ്ദുല്ലക്ക് സുല്ലമി ആമയൂർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പണ്ഡിതനായിരുന്നു. രചനാരംഗത്ത് ഒരുപാട് കനപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതനാണ്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലെല്ലാം ഏതൊരു ചെറിയ പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ വന്നിരിക്കുകയും അതിന് പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്തിരുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തെയും ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കാം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചകം കൂടിയാണ് ഇതുപോലെയുള്ള പള്ളികൾ ഉയർന്നു വരുന്നു എന്നത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഈ കഴിഞ്ഞൊരു മാസം എടുത്ത് പരിശോധിച്ചാൽ ഓരോ ആഴ്ചയിലും വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പള്ളികൾ അൽഹംദുലില്ലാ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ PN അബ്ദുൽ ലത്തീഫ് മദനി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ലക്ഷദ്വീപിൽ ഒരു പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ലക്ഷദ്വീപിൽ കിൽത്താൻ എന്ന് പറയുന്ന ദ്വീപിൽ വെച്ച് അവിടെ നമുക്ക് നല്ലൊരു മനോഹരമായ, ചെറുതാണെങ്കിലും ഒരു പള്ളി സ്ഥാപിതമായി. അവിടെ ബഹുമാനായ ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകളൊക്കെ പങ്കെടുത്ത് വലിയ സമ്മേളനമൊക്കെ നടന്ന് നല്ല ഒരു അവസ്ഥ ആ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചേളാരിക്കടുത്ത് വെളിമുക്ക് എന്ന് പറയുന്ന പ്രദേശം മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ പ്രദേശമാണ്. അവിടെയും ഈ കഴിഞ്ഞ ദിവസം മനോഹരമായൊരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ആനക്കയത്തടുത്ത് പള്ളിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് മറ്റൊരു പുതിയ പള്ളി ഉണർന്നു വന്നത്. അതിന് തൊട്ട് മുമ്പാണ് തൃശ്ശൂരിലെ ചാവക്കാടിനടുത്ത് മന്നലാങ്കുന്ന് എന്ന ആ ഒരു കൊച്ചു പ്രദേശത്ത് ഒരു ചെറിയ പള്ളി അവിടെയും ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിക്കൊണ്ടാണ് ഈ വെളത്തൂരിൽ ഇന്ന് ഒരു പുതിയ പള്ളി വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഈ റമദാനിന് മുമ്പ് ഒട്ടനവധി സ്ഥലങ്ങളിൽ പണി ആയിക്കൊണ്ടിരിക്കുന്ന പള്ളികളുണ്ട്. ആ പള്ളികളൊക്കെ അവരുടെ ഉദ്ദേശം അനുസരിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ഈ ആദർശം വളരുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് ഈ ഉയർന്നു വരുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ എന്നത് തന്നെയാണ്. ഇവിടെ ഏതായിരുന്നാലും ഈ പള്ളി കൊണ്ടു നടക്കാൻ അതിന് പ്രാപ്തരായ ചെറുപ്പക്കാര്, അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ കാരണവന്മാര്, അതിനെ ചടുലമാക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഒത്തുചേർന്ന ഒരു കൊച്ചു പ്രദേശമാണ് ഈ വെളത്തൂര്. ഈ വെളത്തൂരിലെ ഈ പ്രവർത്തകരുടെ ഒരു കഠിനാധ്വാനവും അവരുടെ ഊർജവും പ്രസരിപ്പും മറ്റുള്ള ആളുകൾക്ക് കൂടി ഒരാവേശം നൽകുന്നതാണ്. ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഉത്സാഹവും ആവേശവും പ്രത്യേകം നമുക്ക് തോന്നും. അതുപോലെ ചില ആളുകളെ കാണുമ്പോൾ നമുക്കൊരു ഉറക്കം തൂങ്ങലും വരും. അങ്ങനെയാണ് ആളുകളുടെ ഒരു സാന്നിധ്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തേക്ക് പ്രവർത്തകന്മാരെ അവർ ഫോൺ ചെയ്യുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കും തന്നെ വലിയൊരു ഊർജം ലഭിക്കുന്ന രീതിയിൽ നിരാശയുടെ വാചകം അവരുടെ ഡിക്ഷണറിയിൽ ഇല്ല. എല്ലാം നടക്കും, എല്ലാം ശരിയാകും എന്ന ആത്മവിശ്വാസത്തിന്റെ നിറകുടങ്ങൾ, അതൊരു വലിയ കരുത്താണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാടിൻ്റെ ഒരു കരുത്താണ് എന്നതാണ്. ഈ തിരുവേഗപ്പുറ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു സവിശേഷതയായി
ഈ ഭാഗത്തു കൂടി യാത്ര ചെയ്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ രണ്ട് ഭാഗത്തും നോക്കിയാൽ ഏതോ ഒരു കുറച്ച് വലിയ പട്ടണത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു രൂപം നമുക്ക് തോന്നും. കാരണം അത്രമേൽ വലിയ ബിൽഡിങ്ങുകളും വലിയ കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ അവിടെയും ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് തങ്ങളുടേതായ ഒരു വഴി വെട്ടിത്തുറന്ന് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ നാടിൻ്റെ ഒരു സവിശേഷതയായി ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നാട്ടിലെ ആളുകൾ കേരളത്തിലെ മറ്റ് 13 ജില്ലകളിലും പരന്നു കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ബിസിനസ്സിൻ്റെ ആവശ്യാർത്ഥം മറ്റുള്ള എല്ലാ ജില്ലകളിലും ചെറിയ തോതിലാണെങ്കിലും ഒരു പങ്ക് ഈ പ്രദേശത്തിൻ്റെതുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ആ നിലക്കുള്ള ഒരു ഭൗതികമായ വളർച്ചയും ആ നിലക്കുള്ള ഒരു പുരോഗതിയും ഒരു മാനസികമായ വളർച്ചയും ഒക്കെ ഈ നാടിനുണ്ട്. അൽഹംദുലില്ലാ. അത് ഈ പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകുന്നത് പോലെ തന്നെ ഈ പള്ളിയുടെ പുരോഗതിക്കും അതിൻ്റെ വളർച്ചക്കും അത് സഹായകമാകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എനിക്ക് ശേഷം ഒരു സംസാരം കൂടി ഇവിടെ നടക്കാനുണ്ട്. എനിക്കൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ പള്ളി ഈ പള്ളി ഒരു പരിഹാരമാണ്. നമ്മൾ എന്തെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായി കൊണ്ടാണ് ഈ പള്ളി ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. നാടൻ ഭാഷയിൽ സാധാരണ പറയാനുള്ള ഒരു വാചകമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് തിരുത്തി കുറിക്കുന്ന ഒരു പള്ളിയാകണം. ആ വാചകത്തെ തിരുത്തി കുറിക്കുന്ന ഒരു പള്ളിയാകണം ഇന്ന് വിളത്തൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സലഫി മസ്ജിദ്. സാധാരണ നമ്മൾ അങ്ങാടിയിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കടത്തിണ്ടകളിലൊക്കെ ആളുകൾ എന്തെങ്കിലും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, അത് ഈ പള്ളി പോയി പറഞ്ഞാൽ മതി. അത് ഇവിടെ പറയണ്ട, എൻ്റെ അടുത്ത് പറയണ്ട, അത് പള്ളി പോയി പറഞ്ഞാൽ മതി. ആ പള്ളി പോയി പറഞ്ഞാൽ മതി എന്നതിന് അർത്ഥം എന്താ? പള്ളി പോയി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അതായത് പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ പോലെ എന്നുള്ളത് വേറൊരു വാക്കാണ്. അതായത് പള്ളിയുടെ ആളുകൾ എന്നൊക്കെ പറഞ്ഞാല് അതൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ കേന്ദ്രമൊന്നുമല്ല എന്നുള്ള ഒരു നരേറ്റീവാണ് പൊതുവെ ജനങ്ങളുടെ മനസ്സിൽ ഉള്ളത്. ആ നരേറ്റീവിനെ അടിച്ചു പൊളിച്ച് യഥാർത്ഥത്തിൽ പള്ളികൾ എന്ന് പറയുന്നത് പരിഹാരത്തിന്റെ കൂടി കേന്ദ്രങ്ങളാണ് എന്നിടത്തേക്ക് വാക്കുകൾ കൊണ്ടോ വാചകങ്ങൾ കൊണ്ടോ എഴുത്തുകൾ കൊണ്ടോ മാത്രമല്ല ഈ പള്ളിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് തെളിയിക്കാൻ കഴിയണം. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമിൽ പള്ളിയുടെ സ്ഥാനം എവിടെയാണ്, എത്രമേൽ അതിന് ആഴമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി ഇവിടെ സംസാരിച്ചതിന്റെ ആകത്തുക നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു സംഭവം അദ്ദേഹം ഉദ്ധരിച്ചു. ആ സംഭവം മാത്രം മതി ഇസ്ലാമികമായി പള്ളി എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം എന്താണ്, അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയം എന്താണ് എന്നത്. മസ്ജിദുൻ നബവിയിൽ മൂത്രമൊഴിച്ച ഒരു സാധുവായ മനുഷ്യനെ കൈകാര്യം ചെയ്ത രീതി, അദ്ദേഹത്തോട് സ്വീകരിച്ച രീതി, പ്രവാചകൻ കൈക്കൊണ്ട രൂപം ഇവിടെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഇപ്പൊ ഈ പുതിയ പള്ളി, ആ പള്ളി എത്ര മനോഹരമായിട്ടാണുള്ളത് അല്ലേ? ആ പള്ളിയിൽ മൂത്രമൊഴിക്കണ്ട, ആരെങ്കിലും അവിടെ എന്തെങ്കിലും കഴിക്കുക ആരെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മളെ സ്വഭാവമോ നമുക്ക് സൈക്കൂലത് അല്ലേ? എന്നാൽ മൂത്രമൊഴിച്ച ആ വ്യക്തിയെയാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ള ആളുകളൊക്കെ കുറച്ച് വിഷമത്തോടു കൂടി കോപത്തോടു കൂടി അദ്ദേഹത്തോട് പെരുമാറാൻ നിൽക്കുമ്പോഴാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തോടൊരു വാക്ക് പറയുന്നത്. ഇത് മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ള സ്ഥലമല്ല, പിന്നെ എന്തിനുള്ളതാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതാണ് ഇതിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം. ഇന്നിവിടെ പണിതുയർത്തിയിരിക്കുന്ന ഈ വെളത്തൂരിലെ ഈ മനോഹരമായ പള്ളി മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ളതല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിൽ അവന്റെ അന്തരംഗങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിശ്വാസപരമായ, കർമ്മപരമായ, സാമൂഹ്യപരമായ, സ്വഭാവപരമായ എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളെ മുഴുവൻ പുറത്തേക്ക് വലിച്ചെറിയുവാനുള്ള കേന്ദ്രമാണ് ഈ മസ്ജിദ് എന്ന് പറയുന്നത്. അങ്ങോട്ട് മാലിന്യങ്ങൾ എറിയാനുള്ളതല്ല, മറിച്ച് മനുഷ്യരുടെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ, രാഷ്ട്രത്തിന്റെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളെയും എത്രയോ ദൂരേക്ക് നമുക്ക് എറിയാൻ കഴിയുമോ അത്രയും വിദൂരത്തേക്ക് പറിച്ചെറിയുവാനുള്ള കേന്ദ്രങ്ങളാണ് യഥാർത്ഥത്തിൽ പള്ളികൾ എന്നാണ്. കൂടെ തന്നെ ആ മനുഷ്യൻ പറഞ്ഞല്ലോ, അത് കേട്ടപ്പോ എനിക്കും മുഹമ്മദിനും എന്ത് ചെയ്യണം, കാരുണ്യം വേണം, വേറെ ആർക്കും വേണ്ട.
അവിടെയും റസൂലുള്ളാഹി തിരുത്തി. വസഅത്ത് റഹ്മതി അലാ, ഈ കാരുണ്യം എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ടാകണമെന്നാണ്. അതെ, മുസ്ലിം പള്ളികൾ, മസ്ജിദുകൾ എന്ന് പറയുന്നത്, അതിൽ നിന്ന് ഉയരുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത് അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രതിപാദനം. ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുമ്പോ മുസ്ലിമീങ്ങളെ എന്നല്ല വിളിച്ചത്, ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ പേര് കൂട്ടിയല്ല വിളിച്ചത്. ഹൈന്ദവരെ, ക്രൈസ്തവരെ, സിഖുകാരെ, മതമുള്ളവരെ, മതമില്ലാത്തവരെ, അമേരിക്കക്കാരെ, ഇന്ത്യക്കാരെ എന്നുള്ള രീതിയിലല്ല വിളിച്ചത്, മറിച്ച് അവിടെ വിളിച്ചത് നാസ്, മനുഷ്യരെ എന്നാണ്. ആ മനുഷ്യർക്കുള്ള പ്രബോധനമാണ്, അവർക്കുള്ള വെളിച്ചമാണ് ഈ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഉയർന്നു വരുന്നത്. അപ്പോൾ ആ ഒരൊറ്റ സംഭവത്തിൽ തന്നെ പള്ളിയുടെ ഉള്ളിൽ നടക്കേണ്ടത് എന്താണ് എന്നതും സമൂഹത്തോട് ഈ പള്ളി എന്താണ് വിളിച്ചു പറയുന്നത് എന്നും കൃത്യമായി ആ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഇന്ന് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന്റെ കേന്ദ്രമായി ഈ പള്ളി മാറേണ്ടതുണ്ട്. ഇന്ന് മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്, പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമെങ്കിലും ഒരു വിഷയം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ആളുകൾക്ക് പണമുണ്ട്, പക്ഷേ പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ഒരു കാര്യം. അതുപോലെ തന്നെ വിഭവങ്ങളുണ്ട്, ആ വിഭവങ്ങൾ കൊണ്ട് വാങ്ങാൻ കിട്ടാത്ത ഒരു കാര്യം. എന്താണത്? മനുഷ്യന്റെ മനസ്സിനുള്ള സമാധാനം എന്നതാണ്. ആ സമാധാനം പണമുണ്ടായതുകൊണ്ടോ, വീട് വലുതായതുകൊണ്ടോ, ഓടിക്കുന്ന വാഹനം വലുതായതുകൊണ്ടോ, ധരിക്കുന്ന വേഷം നന്നായതുകൊണ്ടോ ഒരിക്കലും ഒരാൾക്കും സമാധാനം കിട്ടുകയില്ല. ഇന്ന് എ സിയിൽ നിന്ന് എ സിയിലേക്ക്, എ സിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ എ സിയാണ്, കയറുന്ന വാഹനത്തിൽ എ സിയാണ്, പോയിരിക്കുന്ന ഓഫീസിൽ എ സിയാണ്, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലിൽ എ സിയാണ്, തൊട്ടപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയാൽ അവിടെയും എ സിയാണ്. എയർ കണ്ടീഷൻ ഇല്ലാത്ത ഒരു സ്ഥലം ഇന്ന് നമ്മുടെ നാട്ടിൽ പോലും പരിമിതമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ മനുഷ്യനെ, അവന്റെ ശരീരത്തെ തണുപ്പിച്ചിട്ടും അവന്റെ ഉള്ളിലുള്ള ആ ഹൃദയത്തെ അല്ലെങ്കിൽ അവന്റെ മനസ്സിനെ തണുപ്പിക്കുവാൻ ഈ എ സികൾക്കൊന്നും സാധ്യമാകാത്ത അല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് സമകാലിക സമൂഹം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. 8 മുതൽ 10 ലക്ഷം വരെ ആളുകളാണത്രേ വർഷത്തിൽ ഇന്ന് ലോകത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെ പല കാരണങ്ങൾ എണ്ണുന്നതിൽ 10ാമത്തെ കാരണമായി എണ്ണുന്നത് ആത്മഹത്യയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1 മുതൽ 2 കോടി വരെ മനുഷ്യർ ഇന്ന് ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെടുന്നതിന്റെ കണക്കുകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വർഷത്തിൽ 2 കോടിയോളം മനുഷ്യന്മാർ ആത്മഹത്യയുടെ മുനമ്പിലേക്ക് പോവുകയും പരാജയപ്പെട്ട് മടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് കടന്നു വരുന്നു? സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് പല ഉമ്മമാരുടെയും മനസ്സിനുള്ളിലുള്ള വേദന എന്താണ്? കുട്ടികൾ നിസ്സാരമായ വിഷയത്തിന് വേണ്ടി വാശി പിടിക്കുന്നു. അത് നടക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഞാനിതാ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എല്ലാവരും ടൂർ പോകുന്നുണ്ട്, എന്നെ മാത്രം കൊണ്ടുപോയില്ല എങ്കിൽ ഞാൻ മരിച്ചു പോകും, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് വളരെ നിരാക്ഷേപം ഇന്ന് നമ്മുടെ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല, അത് ചെയ്യുന്ന ദയനീയമായ രംഗങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചു പോകേണ്ടുന്ന ഗതികേടിലാണ് ഇന്ന് നമ്മുടെ സമൂഹമുള്ളത്. അതേ സുഹൃത്തുക്കളെ, ഈ മനസ്സിനെ മെരുക്കിയെടുക്കുവാനുള്ള ഉപകരണം എവിടെയാണുള്ളത്? ആ ഉപകരണമാണ്, ആ സംവിധാനത്തിന്റെ പേരാണ് മസ്ജിദ് എന്ന് പറയുന്നത്. അവിടെ അതാണ് നമ്മൾ പള്ളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിലും ആളുകൾ ഒരുമിച്ച് കൂടുന്നില്ല. എങ്ങനെയല്ലാതെ അവരതിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഓതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവിടെ ഇരിക്കാൻ കഴിയില്ല. എങ്ങനെയല്ലാതെ 4 കാര്യങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടല്ലാതെ.
ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫ്ഫതുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? വമാ ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അവർക്ക് സമാധാനം ഇറങ്ങിക്കൊണ്ടല്ലാതെ, മനസ്സമാധാനം ലഭിച്ചുകൊണ്ടല്ലാതെ. ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, കുറച്ച് സമയം ഉണ്ടാകുമ്പോ ഈ വെളത്തൂർ അങ്ങാടിയിൽ നിങ്ങൾ ആ പീഡികക്കോലായിൽ തലപുകഞ്ഞുകൊണ്ട് വ്യക്തിപരമായ പ്രശ്നമാകട്ടെ, കുടുംബപരമായ പ്രശ്നമാകട്ടെ, സാമൂഹ്യമായ വിഷയങ്ങളാകട്ടെ, രോഗസംബന്ധമായ കാരണങ്ങളാകട്ടെ, അതിൽ നിങ്ങൾ ആശങ്കയിലാണ് എങ്കിൽ ആ സമയത്തൊന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറി ഒരു 2 റക്അത്ത് നമസ്കരിച്ച് അവിടെ ഇരുന്ന വിശുദ്ധ വേദഗ്രന്ഥം ഒന്നെടുത്ത് ഒന്ന് നിർഭയമായി നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് അതുവരെ ഇല്ലാത്ത ഒരു മനസ്സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. ആ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു വേദിയിലേക്ക് നിങ്ങളൊന്ന് കയറി ചെന്ന് അവിടെയുള്ള പാഠഭാഗങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. നമുക്കറിയാത്ത, നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു മാനസിക ആവേശം നമുക്ക് ലഭിക്കും. എന്തൊക്കെയോ ഒരു ഭാരം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ, തലയിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ നമുക്ക് തോന്നും. അതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സമാധാനം കിട്ടിയിട്ടല്ലാതെ അവർക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. കാരുണ്യം അവരെ മൂടുകയും ചെയ്യും. മലക്കുകൾ അവരെ വലയം ചെയ്യും. അല്ലാഹുവിന്റെ അടുക്കൽ അവർ സ്മരിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. നോക്കൂ നിങ്ങൾ, അതെവിടെ വെച്ച്? അല്ലാഹുവിന്റെ ഒരു ഭവനത്തിൽ വെച്ച് എന്നാണ്. പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഇബാദത്തുകളെ കുറിച്ച്, ദിക്റുകളെ കുറിച്ച്, ഖുർആൻ പഠന പാരായണങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണിത്. അതുകൊണ്ട് ഈ പള്ളിയിൽ ഉണ്ടാകേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത്, ആരൊക്കെ മാനസിക വിഷമവും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ടോ അവർക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരു ഇടമായി നമ്മുടെ പള്ളി മാറേണ്ടതുണ്ട്. എപ്പോഴാണത് മാറുന്നത്? ഒരു മുസ്ലിമിന് എന്തുകൊണ്ടാണ് നിർഭയത്വം ഉണ്ടാകുന്നത്? മുഅ്മിൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, നിർഭയത്വമുള്ളവൻ എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയവൻ എന്നാണ്. സമാധാനമുള്ള മനസ്സിന്റെ ഉടമ എന്നതാണ്. ആ തൗഹീദിൽ നിന്ന്, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിർഭയത്വമാണ് സുഹൃത്തുക്കളെ നമുക്ക് പള്ളിയിൽ നിന്ന് ലഭിക്കുന്നത്. അത് വേറെ എവിടുന്നും കിട്ടൂല. ഈ വിശ്വാസം, ഏകദൈവ വിശ്വാസം, തൗഹീദ് ഉള്ളവർക്ക് മാത്രമേ ആ ഒരു നിർഭയത്വം ശരിയായ രീതിയിൽ കിട്ടുകയുള്ളൂ. അവരൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കാരണം എന്താണെന്നറിയോ? പടച്ച തമ്പുരാനല്ലാതെ എന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ എന്നെ രക്ഷിക്കുവാനോ ശിക്ഷിക്കുവാനോ എന്നെ സന്തോഷിപ്പിക്കുവാനോ എന്നെ ഭയപ്പെടുത്തുവാനോ റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനായിരിക്കും ഒരു വിശ്വാസി. പിന്നെ എന്തിനാ അവന് പേടിക്കേണ്ട കാര്യം? അവനൊരു കറുത്ത പൂച്ച റോഡ് ക്രോസ് ചെയ്തത് കൊണ്ട് അവന് ഭയപ്പെടേണ്ട കാര്യം വരുന്നില്ല. ആരെങ്കിലും കോഴിമുട്ടയിൽ 4 വര വരഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ അവൻ ഒരിക്കലും തന്നെ അതുകൊണ്ട് പേടിച്ച് ഭയപ്പെട്ട് വിഹ്വലനായി ഓടേണ്ട കാര്യം അവനില്ല. കാരണം അവനറിയാം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ, അഥവാ അഭൗതികമായ വഴിയിലൂടെ എന്നെ പ്രയാസപ്പെടുത്തുവാൻ പടച്ച തമ്പുരാനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഏതെങ്കിലും മന്ത്രവാദി എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പേരിൽ അവന്റെ മനസ്സിൽ യാതൊരു ചാഞ്ചല്യവും ഉണ്ടാവുകയില്ല. ഏതെങ്കിലും നാട്ടക്കുറ്റികളിൽ എന്തെങ്കിലും കാശിട്ടിട്ടില്ല എങ്കിൽ എന്തോ എനിക്ക് വന്നു പോകുമെന്ന ബേജാറ് ഒരിക്കലും തന്നെ അങ്ങനെ യഥാർത്ഥ അചഞ്ചലമായി തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇന്ന സ്ഥലത്ത് നിങ്ങൾ പണം കൊടുത്തില്ല എങ്കിൽ, ഇന്ന സ്ഥലത്ത് നിങ്ങൾ തുലാഭാരം നടത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ വരുമെന്ന് പറഞ്ഞാൽ അവനെ ഒരിക്കലും തന്നെ അത് ബാധിക്കുകയില്ല. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് സുന്ദരമായ ഒരു വീട് നിർമ്മിച്ച ശേഷം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു മുസ്ലിയാർ പറയുന്നു, നിങ്ങളുടെ വീടിൽ നിന്ന് പനി ഒഴിഞ്ഞു പോകാത്തത്, അസുഖം ഒഴിഞ്ഞു പോകാത്തത് നിങ്ങളുടെ അടുക്കള ഉണ്ടാക്കിയ ഭാഗം ശരിയല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പുതിയ വീടാണ് എങ്കിലും അത് പൊളിച്ച് ആ ഭാഗം മറ്റൊരു രീതിയിലേക്ക് ക്രമീകരിച്ചാൽ മാത്രമേ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ വീണു പോകുന്നവനല്ല യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്, തൗഹീദുള്ള വിശ്വാസി എന്ന് പറയുന്നത്. കാരണം എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പ്രയാസവും ഇവിടെയുള്ള മനുഷ്യരാകട്ടെ, ജിന്നുവർഗമാകട്ടെ, മറ്റേതെങ്കിലും ജീവജാലങ്ങളാകട്ടെ, അവർക്കൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് പറയുന്നത്. അതാ നിർഭയത്വത്തിന്റെ നെറുകയിലാണ് ഒരു വിശ്വാസി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം.
ഇവിടെ വ്യത്യസ്തമായ ജീവജാലങ്ങളുണ്ട്. അവയിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങൾ അതിനെ നമ്മൾ തടുക്കണം, സൂക്ഷിക്കണം. അതിനുള്ള വഴി അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയങ്ങളാണ് എങ്കിലും അതും തന്നെ അതിനുള്ള വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരൊന്നും ചെയ്യുന്നത് അള്ളാഹു ചെയ്യുന്നത് പോലെയുള്ള പ്രയാസപ്പെടുത്തലുകളല്ല എന്ന് ഉറച്ചു നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. അതാണ് ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നിർഭയത്വം, സമാധാനം നൽകുന്ന ഒരു പള്ളിയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്നാണ്. അതെ, ആ വിശ്വാസത്തിൽ ദുൽമ കലർത്താത്ത ആളുകൾ. എന്താണ് ദുൽമ എന്ന് പറഞ്ഞാൽ? ശിർക്ക് കലർത്താത്ത ആളുകൾ. ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാകുന്നു യഥാർത്ഥത്തിൽ നിർമാർഗത്തിലുള്ളവർ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഈ തൗഹീദും നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാടിനും അവന് ഉണ്ടാവുകയും സമ്പൂർണമായ സമാധാനം. 5 നേരം ഹയ്യാലസ് സ്വലാത്ത്, ഹയ്യാലൽ ഫലാഹ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നിവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ അതിനുത്തരം കൊടുത്തുകൊണ്ട് ആ പള്ളിയിൽ പോയി സുജൂദ് ചെയ്യുമ്പോ വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്തിനാ നിസ്കാരം നിലനിർത്താൻ പറഞ്ഞത്? എന്നെ സ്മരിക്കാൻ വേണ്ടി, എന്നെ ഓർക്കാൻ വേണ്ടി എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതെ, ആ പടച്ചോനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്തും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഞാൻ പറയുന്നു, ഇത് പരിഹാരത്തിന്റെ കേന്ദ്രമാണ്. ആർക്കൊക്കെ അസമാധാനമുണ്ടോ അവർക്കെല്ലാം നിർഭയത്വം കിട്ടുന്ന ഒരു കേന്ദ്രം. അതുപോലെ തന്നെ ഇന്ന് രണ്ടാമത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പരസ്പരം തിരുത്താൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനധികം നമ്മളെ വീടുകളിൽ +2 പഠിക്കുന്ന ഒരു കുട്ടി, ഒരു ആൺകുട്ടി ഉണ്ട് എന്ന് കരുതി. അവന്റെ അടുക്കല് എന്തോ അരുതായ്മകൾ കാണാൻ തുടങ്ങി. അത് നാട്ടുകാർ പറയാൻ തുടങ്ങി, സുഹൃത്തുക്കൾ പറയാൻ തുടങ്ങി, വീട്ടിലെ ചില ആളുകൾക്കൊക്കെ അറിയാം. അപ്പോ വീട്ടിലുള്ള നടക്കുന്ന ചർച്ച എന്താ? ജ്യേഷ്ഠൻ വന്നിട്ട് പറയും ഉമ്മാനോട്, പിന്നെ നമ്മുടെ ചെറിയോന്റെ +2 പഠിക്കുന്ന ഇന്ന ആളുണ്ടല്ലോ, അവന്റെ പോക്ക് ശരിയല്ല, എനിക്ക് പല വിവരങ്ങളും കിട്ടുന്നുണ്ട്, നമ്മൾ അവനെ വിളിച്ച് ഉപദേശിച്ചുള്ളൂ. അപ്പൊ ഉമ്മ പറയുന്നത്, അവന്റെ ജ്യേഷ്ഠനല്ലേ, എനക്കെന്താ പറഞ്ഞൂടെ? അപ്പൊ ആ ജ്യേഷ്ഠൻ പറയുന്നത്, എന്നാ നിങ്ങൾക്ക് പറയാൻ കഴിയും, വാപ്പ പറയട്ടെ. ആ വാപ്പ പറയുന്നത്, ഞാനത് പറയണ്ട, ഇജ്ജ് പറഞ്ഞാൽ മതി, ഉമ്മാനോട് ഇജ്ജ് പറഞ്ഞാൽ മതി. ഇത് ഫുട്ബോൾ കളിക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളി. ആരോടാ പറയണ്ടു? പൂച്ചക്കാര് മണി കിട്ടുമെന്ന് ചോദിച്ച പോലെ ഈ വ്യക്തി, കുട്ടിനോട് ആരാ ഇത് പറയാന്നുള്ളതാണ് പ്രശ്നം. ഞാൻ വീടിന്റെ ഉള്ളിലുള്ള കാര്യമാണ് പറയുന്നത്. ഒരാളടുത്തൊരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. ഇസ്ലാമികമായ വേഷം ധരിക്കാതെ നമ്മുടെ വീട്ടിൽ നിന്നൊരു കുട്ടി പുറത്തു പോകുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് നമുക്കൊരു കംപ്ലൈന്റ് വരുന്നുണ്ട് എങ്കിൽ, മോളെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ശരിക്കും ഇസ്ലാമിക വസ്ത്രം ധരിക്കണം എന്ന് ടേണായിട്ട് പറയാൻ പലപ്പോഴും കഴിയണില്ല. സ്വന്തം വീട്ടിൽ പോലും ഒരു തെറ്റ് കണ്ടാൽ അത് തിരുത്താൻ കഴിയാത്ത നിസ്സഹായരായി നിൽക്കും പല ആളുകളും. ഖത്തീബുമാർ എന്നുള്ളവർക്ക് ഞങ്ങളോടൊക്കെ വന്ന് പറയും, വെള്ളിയാഴ്ച റൂമിലേക്കുണ്ടൊരു വരവ്, ചിലവർ വന്ന് സ്വകാര്യം ചെവിയിൽ പറയുന്നത് പോലെ, ഇന്ന് നിങ്ങൾ ഖുത്തുബിയിലെ പിന്നെ ലഹരി ഉപയോഗിക്കുന്നതിന്റെ ഗുരുതരാവസ്ഥ എന്ന് പറയാം. നാട്ടിൽ ഭയങ്കര, അത് നാട്ടിലൊന്നുമല്ല പ്രശ്നം, സ്വന്തം വീട്ടിൽ പ്രശ്നമുണ്ട്. അപ്പൊ ആ പ്രശ്നം അവിടെ നേരിട്ട് പറയാൻ കഴിയണില്ല. അപ്പൊ എങ്ങനെയെങ്കിലും മൗലവിനെ കൊണ്ടൊന്ന് പറയിപ്പിച്ച്, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്ന് പറയും. ഞാൻ ഇവരൊന്നും കുറ്റപ്പെടുത്തുന്നില്ല, ഇതൊക്കെ നിസ്സഹായാവസ്ഥയാണ്. അതിന് നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നമാണ് എന്ത്? പരസ്പരം ഒന്നും ഉപദേശിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നാട്ടിലുണ്ട്, വ്യക്തികൾക്കിടയിലുണ്ട്, കുടുംബങ്ങൾക്കിടയിലുണ്ട്, കുടുംബങ്ങൾ തമ്മിലുണ്ട്, അയൽവാസികൾ തമ്മിലുണ്ട്, 2 പ്രദേശങ്ങൾ തമ്മിലുണ്ട്, നമ്മുടെ ഈ മറ്റ് സംസ്ഥാനങ്ങൾ തമ്മിലുണ്ട്. കേരളത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തമിഴ്നാടിന് പറയാൻ കഴിയുന്നില്ല, തമിഴ്നാടിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കേരളത്തിന് പറയാൻ കഴിയുന്നില്ല. രാജ്യങ്ങൾ തമ്മിലുണ്ട്, അത് രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമാണ്, അതിൽ ഞങ്ങൾ ഇടപെടുകയില്ല. ഇന്ത്യൻ മുസ്ലിമീങ്ങളെ, ന്യൂനപക്ഷങ്ങളെ എന്തൊക്കെ രീതിയിലാണ് ഇന്ന് കരിവാരി തേച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പള്ളി ഉദ്ഘാടനത്തിന്റെ സദസ്സിലാണല്ലോ നമ്മൾ ഉള്ളത്. നമ്മുടെ രാജ്യത്ത് ബാബരി മസ്ജിദിന്റെ പതനമുണ്ടായ സമയത്ത്, അത് പൊളിച്ച സമയത്ത്
ആ സമയത്ത് പുറപ്പെടുവിച്ച ഒരു നിയമമായിരുന്നു ആരാധനാലയ നിയമം എന്ന് പറയുന്നത്. 991 പാസാക്കിയ ആരാധനാലയ നിയമം. എന്താണ് ആ നിയമം? ഇനി മേലാൽ ഇന്ത്യയുടെ മടിത്തട്ടിൽ, ഇന്ത്യയുടെ മണ്ണിൽ ഇതുപോലെയുള്ള ഒരു ഗതികേട് മറ്റൊരു പള്ളിക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് 947 ഇവിടെ ഓരോ പള്ളിയും ആരാണോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവര് തന്നെ കൈകാര്യം ചെയ്തു പോണം. ആ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തണം. പുതിയ അവകാശവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതായിരുന്നു 991 ആരാധനാലയ നിയമം. പക്ഷെ ആരാധനാലയ നിയമത്തിനെതിരെ വീണ്ടും കോടതിയിൽ കേസ് പോയി. സുപ്രീം കോടതി ഇടപെട്ടു. അതിലൊരു ചെറിയ ലൂപ്പ് ഹോൾ ഉണ്ടായി. ആ ലൂപ്പ് ഹോൾ വെച്ചുകൊണ്ടാണ് വീണ്ടും ഗ്യാൻവാപിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഓരോരോ പള്ളിയിൽ വീണ്ടും തുടർന്നത്. അവസാനം സംഭൽ എന്ന് പറയുന്ന ആ പള്ളിയിൽ അതുണ്ടായി എന്ന് മാത്രമല്ല, 8ഓളം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു കലാപം വരെ അതിന്റെ പേരിൽ അവിടെ ഉണ്ടായി. അൽഹംദുലില്ലാ, ഇപ്പൊ വീണ്ടും സുപ്രീം കോടതി അതിന് സ്റ്റേ പറഞ്ഞിരിക്കുന്നു. ഇനി സർവേകൾ പാടില്ല എന്ന്. ആ 991 നിയമം തന്നെ പുനഃസ്ഥാപിക്കാൻ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടാകുമ്പോൾ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് മേൽ ഒട്ടനവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിൽ മറ്റു ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കൊന്ന് ഇടപെടാൻ കഴിയുന്നുണ്ടോ? കഴിയില്ല. കാരണം അത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. അവരിടപെട്ട് കഴിഞ്ഞാൽ അത് നയതന്ത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അവർക്കതിൽ ഇടപെടാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത്, പരസ്പരം തിരുത്തുക എന്നത്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നത് വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സാമൂഹ്യ മണ്ഡലങ്ങളിലും രാജ്യാതിർത്തികൾ കടന്നുകൊണ്ടും ചിന്തിക്കുമ്പോൾ ഇന്ന് വലിയൊരു പ്രശ്നമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിളത്തൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സലഫി മസ്ജിദിനെ പോലെയുള്ള പള്ളികൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്താണ്? ഇത് ബ്രേക്ക് ചെയ്യണം. ഉപദേശിക്കാൻ പാടില്ല, പരസ്പരം തിരുത്താൻ പാടില്ല. അതിൽ നിസ്സംഗമായി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഉത്ബോധനങ്ങളും ഉപദേശങ്ങളുമാണ് മനുഷ്യനെ നേർവഴിക്ക് നടത്തുന്ന ഏക ആയുധം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെ നിസ്സംഗമായ അവസ്ഥ, മറുഭാഗത്ത് എന്താ കാണുന്നത്? ഉപദേശത്തെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലേ? ഒരു 40 വയസ്സായ ആള് സംസാരിക്കുകയാണെങ്കിൽ തന്നെ അതിന് പേരെന്താണെന്നറിയോ? അത് തന്തവൈബാണ്. പാപ്പ മകനെ ഉപദേശിച്ചാല് അത് തന്തവൈബാണ്. ഉമ്മ മകനെ ഉപദേശിച്ചാൽ അത് തള്ളവൈബാണ്. കുട്ടികളുടെ ഇടയിലുള്ള വാക്കുകളൊക്കെയാണ്. അതാണ് ഇന്ന് റീൽസുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉത്ബോധനവും ഉപദേശവും തുടങ്ങുമ്പോൾ തന്നെ ഈ റീല് കണ്ട കുട്ടികൾ ഇത് മനസ്സിൽ വെച്ചിട്ടാണ് വാപ്പ പറയുന്നത്. കഴിഞ്ഞോ ഇല്ല, പറഞ്ഞു കഴിഞ്ഞില്ലേ? തീർന്നില്ലേ? നേമോട്ടെ, ഉള്ളിക്ക് എടുക്കണ പരിപാടി ഇല്ല. എന്റെ അർത്ഥം എന്താ? ഇവരൊന്നും കാലം തിരിയാത്ത ആൾക്കാരാണ്, ഇവർക്കൊന്നും ഞങ്ങൾ ചെയ്യണത് അറിയില്ല എന്നൊരു ട്രെൻഡ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കും. അതൊന്ന് നമ്മുടെ വീടകങ്ങളിലേക്ക് വരെ ആ ട്രെൻഡ് വന്നിട്ടുണ്ട്. അതായത് മുതിർന്ന ആൾക്കാരും പറയണത് ഇതൊക്കെ സാദാ സീതാ വർത്താനായിട്ട് വീട്ടിൽ കൂടി അത് തള്ളവൈബാണ്, തന്തവൈബാണെന്നൊക്കെ പറയാൻ പറ്റുക. അപ്പൊ എന്തിനാണ് ഈ പരിഹസിക്കുന്നത്? നമ്മൾ ഉപദേശങ്ങളെയാണ് ഈ പരിഹസിക്കുന്നത്. സഹോദരങ്ങൾ, അത് ഒരു കാലത്തും ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. നമ്മളെ മറ്റുള്ളവരുടെ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയും. അത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ് സബ്ർ. കാലം തന്നെയാണ് സത്യം. എല്ലാവരും നഷ്ടത്തിലാണ്. ആരാ ഒഴിവ്? വിശ്വസിക്കുകയും അമലു സ്വാലിഹാത്തുകൾ ചെയ്യുകയും അതുപോലെ തന്നെ ഹക്ക്, സത്യം പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒഴിച്ച്. അപ്പൊ സത്യം പരസ്പരം ഉപദേശിക്കുക എന്നുള്ളത് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പണിയാണ്. അതുകൊണ്ട് ഈ വെളത്തൂരിൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരും എന്റെ ശബ്ദം ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ നിസ്കാരം, നോമ്പും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും, അല്ലാതെ ഇത് ഉപദേശിക്കാനും ഇത് ഉത്ബോധനം നടത്താനും അതിന്റെ പ്രവർത്തകനാകാനും ദഅവാ പ്രവർത്തനത്തിനും ഒരു സ്ക്വാഡ് വർക്കിനും അതിനൊന്നും ഞാനില്ല എന്ന രൂപത്തിലേക്ക് നമ്മൾ ആരും നിൽക്കാൻ പാടില്ല. ഈ ഉപദേശം നിരന്തരമായി നമുക്ക് നടത്താൻ കഴിയണം. നമ്മുടെ ഈ നാട്ടിലുള്ള എന്തൊക്കെ വിഷയങ്ങൾ അതൊക്കെ നമ്മുടെ പ്രശ്നമായി മാറണം. അതിന്റെ പരിഹാരത്തിന്റെ കേന്ദ്രമായി നമ്മുടെ പള്ളി മാറും. അതിന് നമ്മൾ ഓരോരുത്തരും പ്രബോധകരായി മാറണം. ആ പ്രബോധനം നടത്തുവാനുള്ള ഒരു കേന്ദ്രം കൂടിയാണ് പള്ളി എന്ന് പറയുന്നത്. അവിടെ നമസ്കരിച്ച് പള്ളി പൂട്ടി പുറത്തു പോവുക അടുത്ത നമസ്കാരത്തിന് തുറക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, മറിച്ച് ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന കേന്ദ്രം കൂടിയായി മാറണം. നമ്മുടെ കുട്ടികൾ ഇന്ന് ഗെയിമിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ പോലും ഗെയിമിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്.
ആ കുട്ടികളുടെ ആ ഗെയിമിന് അടിമയായ അഡിക്ഷൻ വന്ന കുട്ടികളുടെ പ്രശ്നം നമ്മുടെ ഈ ആധുനിക കാലത്ത് നമ്മുടെ പള്ളിയുടെ ഒരു പ്രശ്നമായി മാറേണ്ടതുണ്ട്. അത് പള്ളി ഇടപെടേണ്ടുന്ന ഒരു പ്രശ്നമായി മാറേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ നിസ്സാര കാരണങ്ങൾക്ക് പോലും ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ നാട്ടിലുണ്ട്. ആ പ്രശ്നത്തിന് പരിഹരിക്കുവാൻ പള്ളി കാരണമാകേണ്ടതുണ്ട്. ഇന്ന് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിയുന്നത് തന്നെ വൈകിട്ടാണ്. കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഡൈവേഴ്സ് ചെയ്യുന്ന ഒരവസ്ഥയാണ്, വിവാഹമോചനത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ആർക്കും സംസാരിക്കാൻ പോലും നേരമില്ല. അത് ശരിയാവില്ല, ഞാൻ ഇങ്ങോട്ട് പോകണില്ല. ഇത് മകള് പറയുന്നതോടുകൂടി ഉപ്പ അതിന് സമ്മതിച്ചു കൊടുക്കുകയാണ്, ഉമ്മ അതിന് സമ്മതിച്ചു കൊടുക്കുകയാണ്. അതിന് മാത്രം പ്രശ്നമുണ്ടെങ്കിൽ അത് വിവാഹമോചനം പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പെട്ടെന്ന് തുമ്പുമ്പോൾ ചലിക്കുന്ന മൂക്കെന്ന് പറഞ്ഞതുപോലെ വളരെ വേഗം വിവാഹമോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നൊരവസ്ഥ, അത് നാലാളിൽ നിന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വിവാഹങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഈ പള്ളിയുടെ പ്രശ്നമാണ്. ഈ പള്ളി പരിഹരിക്കേണ്ട, ഈ പള്ളി മാത്രമല്ല, പള്ളികൾ ഇടപെടേണ്ട വിഷയമായി വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കം, സ്വത്ത് ഭാഗം വെക്കുന്നിടത്ത് വരുന്ന തർക്കം, അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള തർക്കം, അങ്ങനെ മനുഷ്യർ തമ്മിൽ ഏതെല്ലാം വിഷയത്തിൽ പ്രയാസങ്ങളുണ്ടോ അവിടെയെല്ലാം ഇടപെട്ടുകൊണ്ട് അതിന്റെ മസ്ലഹത്ത് വഹിക്കുന്ന ദീനിയായ ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ പള്ളികൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്കറിയാം വ്യത്യസ്ത രീതിയിലാണ് ഇന്ന് സാമ്പത്തിക രംഗത്തുള്ള അരുതായ്മകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ? എല്ലാവരും കുറച്ച് ആരടുത്താണ് കാശുള്ളത് നോക്കി നടക്കുകയാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ആരാണ് വരുന്നത്, ആരാണ് ഇപ്പൊ റിട്ടയർ ആവുന്നത്, ആരെ കയ്യിലാണ് കുറച്ച് കാശുണ്ടാവുക, ഇത് നോക്കി നടക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. എന്നിട്ട് എല്ലാം അറിയാതെ അവരെടുത്ത് വന്നിട്ട് ഇത് അങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, ഇങ്ങനെ ഒരു കച്ചവടം ഉണ്ട്, നിങ്ങൾ അതിൽ 1 ലക്ഷം തന്നാൽ ഇത്ര കിട്ടും, 4 ലക്ഷം തന്നാൽ നിങ്ങൾക്ക് മാസത്തിൽ എത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ കാശ് വസൂലാക്കി പിന്നെ അവസാനം എന്ത് ചെയ്യും? 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടാവും. ആദ്യത്തെ 4 മാസം എന്ത് ചെയ്യും? എല്ലാ മാസവും മുടങ്ങാതെ 25,000 രൂപ കൊടുക്കും, അല്ലെങ്കിൽ 50,000 രൂപ കൊടുക്കും. അൽഹംദുലില്ലാ, നല്ല കച്ചവടത്തിനാണ് ഞാൻ കാശ് കൊടുത്തതെന്ന് അയാൾക്ക് തോന്നും. അയാൾ മുഖേന കോടികൾ ഈ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരും ചെയ്യും. കാരണം എന്താ? എനിക്ക് 5 മാസമായിട്ട് മുടങ്ങാതെ കാശ് കിട്ടുന്നുണ്ട്, ഇയ്യും കൊടുത്തോ എന്ന് പറയും. അങ്ങനെ ഏകദേശം ഒരു 5 ലക്ഷം രൂപ ഇയാൾക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ബാക്കി 5 ലക്ഷം ഇവിടെ കയ്യിലുണ്ടാവും. പിന്നെ പൈസ വരവ് നിന്നു. പിന്നെ അന്വേഷിക്കുമ്പോൾ കിട്ടണില്ല, പിന്നെ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കണില്ല. പിന്നെ ഇതേ അവസ്ഥയാണ്. പിന്നെ അയാളെ വാക്ക് കേട്ടതിൽ ചേർന്നവർക്കൊക്കെ ഉണ്ടാകണം. പിന്നെ ആള് മുങ്ങിയെന്നാ കേൾക്കുന്നത്. കേൾക്കുമ്പോഴാണ് എന്ത്? കോടികളാണ് അയാൾ പറ്റിച്ചിരിക്കുന്നത്. ഇതൊരു വിഷയമല്ല, ഇതൊന്ന് ഒരു സാധാരണ അവസ്ഥയായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ കടം വാങ്ങുക, ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല. ഇപ്പൊന്ന് ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി കടം വാങ്ങുക, അത് തിരിച്ചു കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെടുക, ആധാരം കൊണ്ടുപോയി പണയം വെക്കുക. എന്തിനാ? ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് ബില്ലടക്കേണ്ടി വരുന്ന ഗതികേടുണ്ടാവുമ്പോഴല്ല, അപ്പോഴും ആ മാർഗമല്ല സ്വീകരിക്കേണ്ടത്. പക്ഷേ വളരെ നിസ്സാരമായ, അല്ലെങ്കിൽ വീട് മോടി കൂട്ടാൻ, അല്ലെങ്കിൽ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തെക്കാളും കുറച്ച് നല്ല വാഹനം വാങ്ങാൻ, അങ്ങനെ വളരെ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വരെ ആളുകൾ പൊങ്ങച്ചം കാണിക്കാൻ, വിവാഹത്തിലെ ധൂർത്ത് കാണിക്കാൻ ഒക്കെയാണ് ആളുകൾ ഈ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സാമ്പത്തിക രംഗം കീഴ്മേൽ മറിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാകട്ടെ വളരെ നിഷ്കളങ്കരായ, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്. അവര് പോലും ഇതിന്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടും. ഒരു മനുഷ്യൻ, സാധുവായ ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടിയിട്ട് എനിക്ക് റേഷൻ വാങ്ങാൻ കാശില്ല, അല്ലെങ്കിൽ വീട് വെക്കാൻ പ്രയാസമാണ്, എനിക്കത് തേച്ച് പൂർത്തിയാക്കാൻ കഴിയണില്ല, ഒരു വിവാഹത്തിന് എനിക്ക് പിന്നെ എന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയണില്ല, എനിക്കൊരു റൂം ഉണ്ടാക്കണം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതൊക്കെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ആ സാധുക്കളെ പോലും അതിന്റെ ആ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ പോകും. ഇങ്ങനത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ പള്ളികൾ ഈ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാനുള്ളതാണ്. എങ്ങനെയാണ് പരിഹരിക്കുക? അതിനാണ് സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനം. സക്കാത്ത്, വ്യവസ്ഥാപിതമായ സക്കാത്ത് സെല്ലുകൾ മുജാഹിദ് പ്രസ്ഥാനം എവിടെയെല്ലാം പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ പള്ളികളിൽ ആദ്യമായി ഉയർന്നു വരുന്നത് ചിട്ടയായ ഒരു സക്കാത്ത് സെല്ല് സംവിധാനമാണ്. അൽഹംദുലില്ലാഹ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും ഇന്ന് ബഹുമാനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ നേതൃത്വം നൽകുന്ന ഒരു പള്ളി സക്കാത്ത് വകുപ്പുണ്ട്, ബൈത്തുൽ സക്കാത്ത് ഉണ്ട്. അൽഹംദുലില്ലാഹ്, ധാരാളം ആളുകൾ ഇതിലേക്ക് പണം അയച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ നമുക്ക് സഹായിക്കാൻ കഴിയും. എത്ര ആളുകൾക്ക്, നിരാലംബർക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തു. വീട് വെച്ചു കൊടുക്കുന്നിടത്ത് നമ്മുടെ പോളിസി എന്താ? ആ നാട്ടുകാരും മഹല്ലുകാരും ചേർന്നുകൊണ്ട് അവരെ കൊണ്ട് കഴിയുന്ന ഒരു വിഹിതം അവരെടുക്കണം. അങ്ങനെ എത്തിച്ച് ഒരു ലിൻഡൽ വരെ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷമുള്ള പ്രവർത്തനത്തിനുള്ള വർക്കിനുള്ള കാശ് നമ്മുടെ സക്കാത്ത് സെല്ലിൽ നിന്ന് കൊടുക്കും. എത്ര വീടുകൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു? അങ്ങനെ ഈ നാട്ടിൽ പ്രയാസപ്പെടുന്ന, മരുന്നിന് ബുദ്ധിമുട്ടുന്ന,
ആശുപത്രി കേസിൽ പ്രയാസപ്പെടുന്ന, അതുപോലെ തന്നെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് ശമനമാകാൻ നമ്മുടെ പള്ളികൾക്ക് കഴിയേണ്ടതുണ്ട്. അതിന്റെ സക്കാത്ത് സെല്ലുകൾക്ക് കഴിയേണ്ടതുണ്ട്. അതിന്റെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ഈ വളത്തൂരിൽ അത് കുറച്ചുകൂടി പരിശ്രമിച്ചാൽ അതിനൊരുപാട് വഴികൾ തെളിഞ്ഞു വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിസിനസ് ചെറുകിട വ്യവസായങ്ങളിൽ തുടങ്ങി സ്വന്തം അനുഭവങ്ങളിലൂടെ വ്യവസായം എങ്ങനെ നടത്താമെന്നതിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ളവരാണ് ഈ നാട്ടിലെ ആളുകൾ. അവർക്കിടയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിങ്ങൾ വെക്കുകയാണ് എങ്കിൽ ഒരുപാട് ആളുകൾ ഈ സക്കാത്ത് സംവിധാനത്തിലേക്ക് കാശ് തരാനും അതിനെ വർദ്ധിപ്പിക്കാനും വളർച്ച കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് ഇതിന്റെ നമ്മുടെ പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, വ്യവസ്ഥാപിതമായ സക്കാത്ത് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. മയക്കുമരുന്ന് ഒരു വലിയ പ്രശ്നമാണ്. ആ മയക്കുമരുന്ന് അടിമയാകുന്ന കുട്ടികൾ, അവർക്ക് ഡി അഡിക്ഷൻ സെന്ററുകൾ, അവരെ അതിലേക്ക് എത്താതിരിക്കാനുള്ള മാർഗങ്ങൾ, ആ ക്ലാസ് നടക്കേണ്ട കേന്ദ്രങ്ങൾ കൂടിയാണ് നമ്മുടെ പള്ളികളും നമ്മുടെ പള്ളിയിലെ മെമ്പറും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഇന്ന് പലപ്പോഴും ഒളിച്ചോട്ടത്തിന്റെ വക്കിലാണ്. കണ്ണീരുമായി രക്ഷിതാക്കൾ ഇതിന് പിന്നാലെ പോവുകയാണ്. ഞാൻ പറയുന്നു, ഈ വെളത്തൂരിലും പരിസര പ്രദേശങ്ങളിലും ഒരു കുട്ടി പോലും അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരാൾ പോലും അരിച്ചാലിൽ മദ്യപിച്ച് കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഇതുപോലെയുള്ള പള്ളികൾക്കും അതിന്റെ കമ്മിറ്റികൾക്കും അതിന്റെ ഖതീബുമാർക്കുമുണ്ട്. ഈ പള്ളി മാത്രമല്ല ഞാൻ പറയുന്നത്, പള്ളികൾ എവിടെയൊക്കെയോ ഉണ്ട്, അവർക്കൊക്കെയുള്ള ഉത്തരവാദിത്തമാണ്. പള്ളി എന്ന് പറയുമ്പോൾ അവിടെ നമസ്കരിക്കുകയും ആ വാതിൽ അടച്ചു വെക്കുകയും ചെയ്യുക എന്നതല്ല, മറിച്ച് വ്യക്തികളെ ബാധിക്കുന്ന, കുടുംബത്തെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം പരിഹാരം ഒരു പ്രോജക്റ്റുകളായി മാതൃകാപരമായി കാണിച്ചു കൊടുക്കേണ്ട സ്ഥലമാണ് പള്ളി. ഈ പള്ളി പോയി പറയേ എന്ന് വെളത്തൂരിൽ നിന്ന് ആരെങ്കിലും ഇനി പറഞ്ഞാൽ, സലഫി പള്ളിയിൽ വന്ന് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ട് എന്ന് അനുഭവം കൊണ്ട് തെളിയിക്കുവാൻ ഈ നാട്ടുകാർക്ക് കഴിയണം. അതൊരു വെല്ലുവിളിയായി ഇവിടെയുള്ള പ്രവർത്തകന്മാർ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ വിവാഹം സമ്മതിക്കാത്ത പ്രശ്നം ഇന്ന് നമ്മുടെ കുട്ടികളിൽ വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ഞാൻ ഒരു ഫംഗ്ഷന് പങ്കെടുത്തിരുന്നു. അപ്പൊ അവിടെ 1-2 ആളുകളെ പരിചയപ്പെട്ടു, അവരുടെ മക്കളെയൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ ഇവരെ എവിടെയെന്ന് ചോദിച്ചു. ഇവൻ ന്യൂസിലാൻഡിലാണെന്ന് പറഞ്ഞു. ജോലി ചെയ്യാണ്. അവിടെ കുടുംബം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. എത്ര വയസ്സായി എന്ന് ചോദിച്ചു. 29 വയസ്സായി. ഏകദേശം 30 വയസ്സോളായി. 30 വയസ്സായിട്ടും അവർ വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അതുപോലെ പെൺകുട്ടികൾ എത്രയോ പ്രായമായിട്ടും കോഴ്സ് കഴിയട്ടെ, ട്രെയിനിങ് കഴിയട്ടെ, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, പിന്നെ ജോലി കിട്ടട്ടെ. പണ്ടൊക്കെ ആൺകുട്ടികളാണ് ജോലി കിട്ടട്ടെ എന്ന് പറയുന്നത്. ഇപ്പൊ പെൺകുട്ടികൾ ജോലി കിട്ടട്ടെ എന്ന് പറയാം. കല്യാണത്തിൽ നമുക്ക് അടുക്കണില്ല. എൻ്റെ അടുക്കല് ഒരു കാരണവർ എപ്പോഴും കാണുമ്പോൾ പറയുന്നത്, എൻ്റെ മകന് ഒരു പെണ്ണിനെ വേണം, പെണ്ണിനെ കിട്ടാൻ ഞങ്ങളൊന്ന് പറയണം, നിങ്ങൾ നോക്കണം എന്ന് പറയും. അങ്ങനെ കുറെ ദിവസങ്ങൾ പോയി. ഇടക്കിടക്ക് അവിടെ നിന്നും കാണുമ്പോഴും ഫോണിലൊക്കെ വിളിക്കും. ഒരു ദിവസം അദ്ദേഹം ഒരു പരിപാടി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്ര കാലമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്താണിത്? ഒരു വൈകാരികമായി പറയും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചു. അപ്പോ എനിക്ക് 3 മക്കളുണ്ട്. അപ്പോ രണ്ടാമത്തത് പെണ്ണാണ്. അവളെന്താ ചെയ്യണം? അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ഫൈനൽ ഇയർ ആണ്. അവളെ കെട്ടിച്ചുണ്ട്. അവളിപ്പോ പറയുന്ന കല്യാണം ഇപ്പൊ വേണ്ടെന്നാണ്. അവള് കല്യാണം വേണ്ടെന്ന അവള് പറയണത്. അപ്പൊ സ്വന്തം വീട്ടിലുള്ള കുട്ടീനെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയും. നാട്ടുകാരെയും മതി. ഇതിപ്പോൾ വലിയ പ്രശ്നം. ആ വിവാഹം എന്തുകൊണ്ട് കുട്ടികൾ വേണ്ടെന്ന് പറയുന്നു? ഒരു ചെറിയ വിഷയമല്ല, അതിന്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നം. അത് അപഗ്രഥിക്കേണ്ട സ്ഥലം കൂടിയാണ് നമ്മുടെ മെമ്പർ എന്ന് പറയുന്നത്, നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. വിവാഹത്തിലേക്ക് പോയി പെട്ടെന്ന് വിവാഹമോചനത്തിലേക്ക് പോകുന്നത് എന്താ? വിവാഹത്തിന് മുമ്പ് കിട്ടേണ്ട കുറെ ക്ലാസ്സുകളുണ്ട്. അതാണ് പ്രീ മെരിറ്റൽ വർക്ക്ഷോപ്പുകൾ എന്ന് പറയും. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ കൊടുക്കുന്ന കേന്ദ്രമാകണം നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മുടെ പള്ളികൾ. നമുക്കറിയാം, ഇപ്പൊ മയ്യത്ത്, ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നാട്ടിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മരണം, രോഗി, മയ്യത്ത് സംസ്കരണം, ജനാസ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അബദ്ധധാരണകളുണ്ട്. മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്ത ആളുകളുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെ പള്ളിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ഈ ഖുതുബകളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ അതിന്റെ പ്രത്യേക ക്ലാസുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ മേഖലകളും. ഇപ്പൊ വിവാഹത്തിന്റെ സദസ്സിലേക്ക് ചെല്ലാൻ തന്നെ നമുക്ക് പേടിയാണ്. വിവാഹത്തിന്റെ സദസ്സൊക്കെ ചെല്ലാൻ പേടിയാണ്. കാരണം എന്താ? എപ്പോഴാ വെടി പൊട്ടുക എന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് അവിടെ പുക വീഴുക എന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് ബ്രേക്ക് ഡാൻസ് വരിക എന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് DJ പാർട്ടി വരിക എന്ന് പറയാൻ കഴിയില്ല.
ഇവന്റ് മാനേജ്മെന്റുകൾ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കല്യാണം നിശ്ചയിക്കുമ്പോൾ അവിടെ മഹൽ ഇടപെടേണ്ടതുണ്ട്, മഹലിന് മാർഗനിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, ഈ വളത്തൂരിൽ പുതിയതായി വന്ന ഈ സലഫി പള്ളി വിവാഹ രംഗത്ത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന എല്ലാ അരുതായ്മകളെയും ഇല്ലാതെയാക്കുന്നതിനുള്ള സ്റ്റെപ്പ് എടുക്കുന്ന ഒരു കമ്മിറ്റി കൂടി, ഒരു പള്ളി കൂടിയായി മാറേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകേണ്ടതുണ്ട്. അവിടെയൊക്കെ പള്ളികൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞ് ഏത് കോഴ്സിനാ പോകേണ്ടത് പലർക്കും അറിയില്ല. ആ കോഴ്സ് കൃത്യമായി ധരിപ്പിച്ചു കൊടുക്കാൻ, വിദ്യാഭ്യാസ മാർഗനിർദ്ദേശം കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് പ്രത്യേക സെല്ല് നമ്മുടെ കീഴിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ പറയുന്നത്, നമ്മുടെ മേഖല എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ മതപഠനത്തിന് മദ്രസ സംവിധാനം, ആ മദ്രസ സംവിധാനം വ്യവസ്ഥാപിതമായ രീതിയിൽ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കത്രയേ ഉള്ളൂ, പള്ളി പോയി പറയേ എന്ന് പറയുന്ന ക്ലീശേ വർത്തമാനത്തിന് കൃത്യമായ മറുപടി നമുക്ക് പറയാൻ കഴിയണം. ഞങ്ങളുടെ ഒരു പള്ളിയിൽ വന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ നടക്കുമെന്നത്. ആ രീതിയിൽ ഒരു സമാധാനത്തിന്റെ, പ്രശ്നപരിഹാരത്തിന്റെ ഒരു കേന്ദ്രമായി ഇൻഷാ അല്ലാഹ് മാറണം. ഞാൻ എൻ്റെ വാക്കുകൾ അല്പം ദീർഘിച്ചു പോയി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, പള്ളികളൊക്കെ ഉയർന്നു വരുമ്പോൾ ആളുകളെ മനസ്സിൽ പിന്നെ വരാറുള്ള ഒരു കാര്യം എന്താ? അൽഹംദുലില്ലാ, പള്ളി ഇപ്പൊ വളർത്തൊരു പള്ളി ഉഷാറാണ്, നല്ല രസമുണ്ട്, നല്ല അങ്ങാടിയിലാണ്, എല്ലാവർക്കും നിസ്കരിക്കാനൊക്കെ പറ്റും. ഇവിടെ ഒരു പള്ളി ആവശ്യമില്ല. അത് വിസ്ഡത്തിന്റെ പ്രവർത്തകർ ഉണ്ടാക്കി നന്നായി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഓരോരുത്തർ ആശംസാ പ്രസംഗങ്ങൾ ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ കേട്ടു. അവരൊക്കെ പറയുന്നുണ്ട് ഈ പള്ളി വളർത്തിയ, അതുപോലെ ഈ പ്രോഗ്രാം വളരെ നന്നായി, ഇതൊക്കെ എല്ലാവരും പറയും. എന്നാലും ചിലപ്പോഴെങ്കിലും ആൾക്കാർ പറയുന്ന, അടക്കം പറയുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ പള്ളി ഉണ്ടാക്കി മനസ്സിലാക്കി, സംഘടന ഉണ്ടാക്കി മനസ്സിലാക്കി, ഇതൊക്കെ ഒന്നായ എത്ര നന്നായി, ഇതൊക്കെ ഒന്നിച്ചു പോയി നിങ്ങൾക്ക് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ നിഷ്കളങ്കമായി പറയുന്ന ആളുകൾ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അത്രമേൽ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, സംഘടനകളുടെ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. അതുകൊണ്ട് പൊതുസമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആ രീതിയിലേക്ക് അത് വളരാൻ പാടില്ലാത്തതുമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എന്തുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യസ്ത പള്ളി ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു, അതിനൊരുപാട് കാരണങ്ങൾ. അത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ആ ദീന് അതുപോലെ ഖുതുബ നടത്താനും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനും കഴിയാത്തൊരു സാഹചര്യം പലപ്പോഴും വരികയാണ്. ഇപ്പം എന്താ, ഇവിടെ മഹാഭൂരിപക്ഷത്തിന്റെ പള്ളികൾ എടുത്ത് പരിശോധിച്ചാൽ അവരിപ്പോൾ പറഞ്ഞ് എവിടെ എത്തി? ഈ പ്രപഞ്ചം മുഴുവൻ പടച്ച് പരിപാലിക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും ഒക്കെ ആരാണ്? CM മടവൂരാണ് എന്ന് പറയുന്നിടത്ത് കിട്ടി. ഞങ്ങളെ പടച്ചോനാണ് CM മടവൂര്. പള്ളിന്റെ ഉത്തരവാദിത്തം എന്താ? അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളി അള്ളാഹുവിനുള്ളതാണ് അല്ലേ? അള്ളാഹ്ക്ക് പുറമെ ആരെയും തന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതാ പള്ളിന്റെ മുഖമുദ്ര. അത് അട്ടിമറിച്ച് മുന്നോട്ട് പോകുമ്പോ എന്താ നമ്മൾ ചെയ്യാ? അള്ളാഹിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. CM മടവൂർ അല്ല പടച്ചോ എന്ന് പറയണമെങ്കിൽ വേറെ മെമ്പർ വേണ്ടി വരും. അതവിടെ പ്രശ്നം. അതുപോലെ ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ പ്രമാണം. അതിലുള്ളതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത് വിശദീകരിക്കാനുള്ളതാണ് മെമ്പർ. പക്ഷെ ആ മെമ്പറിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ അത് കഴിഞ്ഞിറങ്ങുമ്പോ പള്ളിയുടെ സെക്രട്ടറി പറയാ, എന്തിനാ ആ ഹദീസ് അവിടെ പറഞ്ഞ്? ആ ഹദീസ് മെമ്പർ പറയാൻ പാടില്ല. കാരണം എന്താ? അത് ലൈഫ് ആയതുകൊണ്ടല്ല, അത് സ്വഹീഹ് അല്ലാത്തത് കൊണ്ടല്ല, അത് ഇസ്ലാമിക പ്രമാണങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ സെക്രട്ടറിയുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാനാണ് ഈ പള്ളിന്റെ സെക്രട്ടറി, ഞങ്ങളെ കമ്മിറ്റിക്ക് അത് പറ്റൂല, അതുകൊണ്ട് ആ ഹദീസ് അവിടെ ഉദ്ധരിക്കാൻ പാടില്ല. ഇങ്ങനെ പറയുമ്പോ ആ പള്ളിയിൽ കലാപം ഉണ്ടാക്കുകയാണോ വേണ്ടത്? കഴിയില്ല നമുക്ക്. സ്വാഭാവികമായും അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞ ഹദീസുകൾ മുഴുവനും ഉദ്ധരിക്കാൻ ആ മെമ്പറുകളിൽ കഴിയണം. അതിന് കഴിയുന്ന മെമ്പറുകൾ ഒരു പക്ഷേ വേറെ ഉണ്ടാക്കേണ്ടി വരും. അത് നിവൃത്തികേടാണ്. അവിടെ നമ്മൾ ഇടപെടേണ്ടത് എവിടെയാണ്? അത് വേറെ ഉണ്ടാക്കി ആ കാര്യം പറയുന്നവരിലല്ല ഇടപെടേണ്ടത്. ഒരുപാട് വഖഫ് സ്വത്തുകൾ വാങ്ങി കോടികൾ ആളുകളെ കലക്ഷൻ നടത്തി നമ്മുടെ മുൻഗാമികൾ പടുത്തുയർത്തിയ
ഈ പള്ളികൾക്ക് ഇടക്കാലത്ത് ചില ആളുകൾ വന്നുകൊണ്ട് ഇത്രയും കാലം നമ്മൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ആ ആശയങ്ങൾ ഇനി അവിടെ പറയേണ്ടതില്ല. ഇപ്പോൾ ഞങ്ങളത് മാറ്റിയിരിക്കുന്നു, പുതിയ രൂപമുണ്ടാക്കിയിരിക്കുന്നു, തൗഹീദിന്റെ പുതിയ നിർവചനം വന്നിരിക്കുന്നു. ഹദീസുകൾ മുഴുവനും എടുക്കേണ്ടതില്ല, അക്കലും നക്കലും വന്നു കഴിഞ്ഞാൽ അക്കലിനെയാണ് മുൻപിക്കേണ്ടത് എന്ന പുതിയ വിചിത്രമായ ന്യായീകരണങ്ങൾ കൊണ്ടുവരുന്നു. അതാണ് ഇസ്ലാഹ് എന്ന് പറയുന്നു, അതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നു. എന്നിട്ട് പുതിയ രീതിയിലേക്ക് ഈ മിമ്പറുകളെ പരിവർത്തിപ്പിക്കുന്നത് കാണുമ്പോ ഇത് പാടില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന്റെ നേരെ എതിരായ ശരിയായ ഖുർആനിലും സുന്നത്തിലുമുള്ള സത്യത്തിരായ സലഫുകൾ പഠിപ്പിച്ചു തന്ന പ്രവാചകന്മാരകിലവും പ്രബോധനം ചെയ്ത ആ തൗഹീദിനെ, ആ സുന്നത്തിനെ, ആ സ്വഹീഹായ ഹദീസുകളെ ഈ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു പക്ഷേ പ്രത്യേക വേദി വേണ്ടി വരും, പ്രത്യേക സ്ഥാപനം വേണ്ടി വരും, പ്രത്യേക പള്ളികൾ വേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതൊന്നുമല്ല. ഇത് പരസ്പരം മത്സരിക്കാനെന്നുള്ള അള്ളാന്റെ റസൂല് പറഞ്ഞതൊക്കെ നമുക്ക് പറയണം, അത്രേ ഉള്ളൂ. അതിനാ പള്ളി, അതിനാ മസ്ജിദ്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിനുള്ളിൽ പള്ളികളും കാര്യങ്ങളും വ്യത്യസ്തം ഉണ്ടാവും. ആ തർക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നമ്മുടെ രാജ്യം ഇന്ന് വലിയ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഫാസിസം 3-ാം തവണയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊതുവായ വിഷയങ്ങളിൽ സമൂഹത്തെ ബാധിക്കുന്ന, സമുദായത്തെ ബാധിക്കുന്ന വിഷയത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അതിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട്. ഈ രണ്ട് പള്ളികൾ വേറെ ആയി എന്നുള്ളത് കൊണ്ട് അതിലൊന്നും ആരും ഭിന്നിക്കേണ്ട യാതൊരു കാര്യമില്ല. അതിന്ന് അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമുദായത്തിനിടയിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും വീക്ഷണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതു കാര്യങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചു പോകാം. കേരളത്തിന്റെ ഒരു സൗഭാഗ്യമാണത്. കേരളത്തിലും യു പിയിൽ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ളത് കേരളത്തിലല്ല, യു പിയിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ളത്, മുസ്ലിമീങ്ങൾക്ക് സുരക്ഷിതത്വമുള്ളത് ഇപ്പോഴും കേരളത്തിലാണ്. എന്തേ കാര്യം? ഇവിടെ തൗഹീദുണ്ട്, ഇവിടെ പണ്ഡിതന്മാരുണ്ട്, ഇവിടെ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, ഇവിടെ വിദ്യാഭ്യാസമുണ്ട്, ഇവിടെ കൃത്യമായി ദിശാബോധമുള്ള പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ഇത് വെറുതെ ഉണ്ടായതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കന്മാർ ആ കൃത്യമായ കാഴ്ചപ്പാടിലൂടെ ഈ കേരളത്തെ പരുവപ്പെടുത്തി എടുത്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായി മുന്നോട്ട് പോകുന്നത്. ഇന്നുതാ ഒരു പ്രശ്നം സമുദായത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നാൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗം വിളിച്ചാൽ എല്ലാ മുസ്ലിം സംഘടനകളോട് ഒന്നിച്ചിരിക്കുമല്ലോ, പ്രശ്നം ചർച്ച ചെയ്യുമല്ലോ. അവസാനം ഉണ്ടായ പ്രശ്നം വഖഫ് വിവാദമാണ്. മുനമ്പത്തുണ്ടായ വഖഫുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ പ്രശ്നത്തിൽ വരെ ഒന്നിച്ചിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും കഴിയണം. അതിനുള്ള സഹിഷ്ണുത നമുക്ക് വേണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചു പോകാം. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെയും ക്രൈസ്തവരെയും ഭിന്നിപ്പിക്കുവാൻ മുനമ്പം വിഷയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇവിടെ വർഗീയതയുടെ ശക്തികൾക്ക് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി, അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉറപ്പിച്ചു പറയുന്നു, അതിന് സമ്മതിക്കാൻ പാടില്ല. ഈ രാജ്യത്തെ ബാധിക്കുന്ന, നമ്മളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ വരുമ്പോ അവർക്കെതിരിൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കണം. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും അഥവാ സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. മതനിരപേക്ഷ ഒറ്റക്കെട്ടായി നിൽക്കണം. വർഗീയത മാത്രമാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ ചുരുക്കം, അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം സംഘടനകൾ തമ്മിൽ സമുദായത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. രാജ്യത്തിന്റെ പ്രശ്നം ഒന്നിച്ചു വരുമ്പോൾ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ചു നിൽക്കണം. എന്നിട്ട് ആ വർഗീയതക്കെതിരെ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണം. ആ തത്വം തന്നെയാണ് ഇൻഷാ അല്ലാഹ് വെളത്തൂരിൽ പണിതുയർത്തിയ ഈ പുതിയ പള്ളിയുടെ ആ ആശയവും അത് തന്നെയാണ്. ഇതിന്റെ ഖുത്ബ വേണമെങ്കിൽ എല്ലാ ആഴ്ചകളും പുറത്തേക്ക് വിടാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ആളുകൾക്ക് ശബ്ദമലിനീകരണം കൊണ്ട് അത് വിടൂല എന്ന് മാത്രം. കാരണം എന്താ, അവിടെ ഉള്ളിൽ പറയുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് പുറത്തും പറയാനുള്ളത്. ഒരു രഹസ്യവും ഈ പള്ളിക്കുള്ളിൽ പറയാനില്ല. ഈ പള്ളിക്കുള്ളിൽ ഒരു രഹസ്യവും പറയാനില്ല. തുറന്ന പുസ്തകമാണ്, ഒരു നിഗൂഢതയുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെയുള്ളൊരു തെളിച്ചത്തിലൂടെ ഈ പള്ളിയെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയണം. പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പള്ളിക്ക് പിന്നിലും മുന്നിലും ഒക്കെ കഠിനാധ്വാനം ചെയ്ത എല്ലാ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.